കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കണിൽ അമർത്തുക. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് റാൻസം വെയർ അറ്റാക്കിനെ കുറിച്ചാണ്. സൈബർ ലോകം റാൻസം വെയർ അറ്റാക്കിനെ വളരെ പേടിയോടെയാണ് നോക്കിക്കാണുന്നത്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ള ലക്ഷക്കണക്കിന് കമ്പ്യൂട്ടറുകളിൽ റാൻസം വെയർ അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ റാൻസം വെയർ അറ്റാക്ക് എന്താണ്, ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്, ഇതിൽ നിന്ന് നമുക്ക് നമ്മളുടെ കമ്പ്യൂട്ടറിനെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കും തുടങ്ങിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. വിൻഡോസിന്റെ ഓരോ വെർഷനിലും എന്തെങ്കിലുമൊക്കെ കുറവുകൾ കാണും, ചില വൾനറബിലിറ്റികൾ കാണും. ഇതിലൂടെ വൈറസ് അറ്റാക്ക് നമ്മളുടെ കമ്പ്യൂട്ടറിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വിൻഡോസ് പുതിയ അപ്ഡേറ്റുകൾ തരുന്നതിലൂടെ, പുതിയ പാച്ചസുകളിലൂടെ ഈ കുറവുകൾ നികത്താറുമുണ്ട്. എന്നാൽ ചില ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് അപ്ഡേറ്റ് ലഭിക്കാത്ത പല സിസ്റ്റങ്ങളുണ്ട്. വിൻഡോസ് 7 ആയിക്കോട്ടെ, XP ആയിക്കോട്ടെ, ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളിൽ ഒന്നും തന്നെ പ്രോപ്പറായിട്ടുള്ള അപ്ഡേറ്റ് ലഭിക്കുന്നില്ല. എന്നാൽ വിൻഡോസ് 10 വിൻഡോസ് 8 പ്രോപ്പർ അപ്ഡേറ്റുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ജിയോയുടെ വരവോടുകൂടി ഒരുപക്ഷെ എല്ലാവരും അവരവരുടെ കമ്പ്യൂട്ടറിൽ പുതിയ അപ്ഡേറ്റുകൾ വരികയാണെങ്കിൽ അത് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. എന്നാൽ ഇതിനു മുമ്പൊക്കെ ആളുകൾക്ക് ഇന്റർനെറ്റിന്റെ ലഭ്യത വളരെ കുറവായിരുന്നു. കമ്പ്യൂട്ടറിൽ അപ്ഡേറ്റുകൾ ഡിസേബിൾ ചെയ്തിരുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. എന്നാൽ ജിയോ വന്നതിന് ശേഷം ഇന്റർനെറ്റ് നമുക്ക് വളരെ കുറഞ്ഞ നിരക്കിൽ ലഭിക്കാൻ തുടങ്ങിയതോടെ നമ്മളുടെ കമ്പ്യൂട്ടറുകൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ അപ്ഡേറ്റ് ചെയ്യാത്ത കമ്പ്യൂട്ടറുകളിൽ, അതല്ല എന്നുണ്ടെങ്കിൽ പൈറേറ്റഡ് OS ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകളിൽ ഇതേപോലുള്ള റാൻസം വെയർ അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാർച്ചിൽ റാൻസം വെയർ അറ്റാക്കിൽ നിന്നൊക്കെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു അപ്ഡേറ്റ് വന്നിരുന്നു വിൻഡോസിന്റെ. നിങ്ങൾ അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. വിൻഡോസ് 10 ആണ്, വിൻഡോസ് 8 ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ, ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെങ്കിലും നിങ്ങൾ ആ അപ്ഡേറ്റ് ഉടൻ തന്നെ ചെയ്യുക. അതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. ഇനി റാൻസം വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറയാം. റാൻസം വെയർ അറ്റാക്ക് നമ്മളുടെ കമ്പ്യൂട്ടറിൽ ഉണ്ടാവുകയാണെങ്കിൽ അതിനുശേഷം നമ്മളുടെ കമ്പ്യൂട്ടറിലുള്ള എല്ലാ ഡേറ്റകളും എൻക്രിപ്റ്റ് ചെയ്യും. ഹാക്കേഴ്സ് എൻക്രിപ്റ്റ് ചെയ്യും. എൻക്രിപ്റ്റ് ചെയ്തതിന് ശേഷം അത് ഡീക്രിപ്റ്റ് ചെയ്യാനായിട്ട് നമ്മളുടെ നിന്ന് പണം ആവശ്യപ്പെടും. $300 അല്ലെങ്കിൽ $400 ബിറ്റ്കോയിന്റെ ത്രൂ അല്ലെങ്കിൽ പേപാൽ വഴിയോ, അത് അവർ പറയുന്ന രീതിയിൽ നമ്മൾ അവർക്ക് പണം കൊടുത്തെങ്കിൽ മാത്രമേ നമ്മളുടെ കമ്പ്യൂട്ടറിൽ എൻക്രിപ്റ്റ് ചെയ്ത ഫയലുകൾ നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കത്തുള്ളൂ. ഇനി എങ്ങനെ നമ്മുടെ കമ്പ്യൂട്ടറിൽ റാൻസം വെയർ അറ്റാക്ക് ഉണ്ടാകും? നമ്മൾ ആവശ്യമില്ലാത്ത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ, അതിപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ മൂവിയൊക്കെ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ആ വെബ്സൈറ്റിന് ലിങ്ക് ചെയ്ത് ഒരുപാട് വെബ്സൈറ്റുകളുടെ ലിങ്ക് നമുക്ക് വരും. അതിനോടൊപ്പം തന്നെ ചില സോഫ്റ്റ്വെയറുകൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കുകൾ വരാറുണ്ട്. പലപ്പോഴും സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വരും. ഇപ്പോൾ ഒരു പെയ്ഡ് സോഫ്റ്റ്വെയർ ആണെങ്കിൽ അത് ഫ്രീ ലഭിക്കുന്നു എന്ന് പറഞ്ഞുള്ള ലിങ്ക് വരും. നമ്മൾ അറിയാതെ അതിൽ ക്ലിക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു exe ഫയൽ നമ്മളുടെ കമ്പ്യൂട്ടറിലേക്ക് ഡൗൺലോഡ് ആവും. നമ്മൾ കരുതും പെയ്ഡ് വേർഷൻ നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നു. അത് 100 MB ഉള്ള സോഫ്റ്റ്വെയർ ചിലപ്പോൾ നമുക്ക് 2 MB അല്ലെങ്കിൽ 3 MB ലഭിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യും? അത് ഡൗൺലോഡ് ചെയ്യും. അത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷമായിരിക്കും ഒരുപക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നത് വൈറസ് ആയിരുന്നു, നമ്മളുടെ കമ്പ്യൂട്ടറിൽ വൈറസ് അറ്റാക്ക് ഉണ്ടായിരുന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള വെബ്സൈറ്റുകളിൽ സന്ദർശിക്കാതിരിക്കുക. അത് തന്നെയല്ല, പല വേണ്ടാത്ത വെബ്സൈറ്റുകളിലും പല ആളുകളും കയറും. അങ്ങനെയുള്ള വെബ്സൈറ്റുകളിലും ഇതേപോലെ ഹാക്കിങ്ങിന് സാധ്യതയുള്ള ഒരുപാട് ലിങ്കുകൾ ഒളിഞ്ഞിരിപ്പുണ്ട്. നിങ്ങൾ അതിലൊക്കെ അറിഞ്ഞോ അറിയാതെയോ ക്ലിക്ക് ചെയ്യും. ക്ലിക്ക് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ വൈറസ് അറ്റാക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് തന്നെയല്ല, ഇമെയിലിലൂടെയും ഇതേപോലെയുള്ള ഒരുപാട് ലിങ്കുകൾ നിങ്ങൾക്ക് വരാം. അതല്ല, നിങ്ങൾ ഏതെങ്കിലും സോഫ്റ്റ്വെയറിന്റെ മറ്റോ പൈറേറ്റഡ് വേർഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അതിലൂടെയും നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇതേപോലെയുള്ള വൈറസ് അറ്റാക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മെസ്സഞ്ചറിലൂടെ നിങ്ങൾക്ക് ആരെങ്കിലും സുഹൃത്തുക്കളോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും മെസ്സേജുകൾ അയച്ചു കഴിഞ്ഞാൽ ആ ലിങ്കുകളിലും നിങ്ങൾക്ക് ഉറപ്പില്ല എന്നുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്യാതെ ഇരിക്കുക. അപ്പോൾ ഇങ്ങനെ ചെറിയ ലാഭത്തിന് പേര് നമ്മൾ ഏതെങ്കിലും ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ നമ്മളുടെ കമ്പ്യൂട്ടറിൽ നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റകൾ നമുക്ക് നഷ്ടപ്പെടാം. വൈറസ് അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മുമ്പിൽ കൂടുതൽ മാർഗ്ഗങ്ങളൊന്നും തന്നെ ഉണ്ടായിരിക്കത്തില്ല. നമ്മുടെ കമ്പ്യൂട്ടർ ഫോർമാറ്റ് ചെയ്യേണ്ടി വരും. കമ്പ്യൂട്ടർ ഫോർമാറ്റ് ചെയ്യുന്നതിലൂടെ നമ്മുടെ വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഡേറ്റകൾ നഷ്ടപ്പെടും. വണക്രൈ എന്ന് പറയുന്ന ഹാക്കേഴ്സ് ഗ്രൂപ്പ് വിൻഡോസിന്റെ ഒരു വൾനറബിലിറ്റി കണ്ടുപിടിച്ച് അത് അവരുടെ തെറ്റായിട്ടുള്ള ഇന്റൻഷന് വേണ്ടി ഉപയോഗിച്ചു. ഞാൻ ഇതിനു മുമ്പ് നിങ്ങൾക്ക് ഹാക്കേഴ്സിനെ, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഹാക്കേഴ്സിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതിൽ ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് ഉണ്ട്, വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് ഉണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നു. ഇപ്പോൾ തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടി ഈ ഒരു വൾനറബിലിറ്റി കണ്ടുപിടിച്ച് അതിലൂടെ വൈറസ് കമ്പ്യൂട്ടറുകളിൽ എത്തിച്ച് അവരുടെ ഫയലുകൾ എൻക്രിപ്റ്റ് ചെയ്ത് അത് ഡീക്രിപ്റ്റ് ചെയ്യാനായിട്ട് ഉടമസ്ഥരുടെ കയ്യിൽ നിന്നും പണം ആവശ്യപ്പെടുന്ന ഒരു ഗ്രൂപ്പാണ് വാണാക്രൈ ഹാക്കേഴ്സ് ചെയ്യുന്നത്. അത് തന്നെയാണ്. ഒരു $300 വേണ്ടി മാത്രമാണോ ഈ ഹാക്കേഴ്സ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറയാൻ സാധിക്കത്തില്ല. ഇങ്ങനെ ചെയ്യുന്നവരെ നമുക്ക് കണ്ടുപിടിക്കാനും വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഇവർക്ക് പേയ്മെന്റ് ചെയ്യാനുള്ള, ഇവർ പറയുന്നത് ബിറ്റ്കോയിൻ ഉപയോഗിച്ചൊന്നും നമുക്ക് പേയ്മെന്റ് ചെയ്യുന്നത് കണ്ടുപിടിക്കാൻ സാധിക്കത്തില്ല. അല്ലാന്നുണ്ടെങ്കിൽ പേപാൽ തുടങ്ങിയ മാർഗങ്ങളിലൂടെയാണ് ഇവർ പേയ്മെന്റ് ആവശ്യപ്പെടുന്നത്. അവർ പറയുന്ന സമയത്തിനുള്ളിൽ പേയ്മെന്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവർ ആവശ്യപ്പെടുന്ന തുക ഇരട്ടിയാവും. ഇനി റാൻസം വെയർ അറ്റാക്കിൽ നിന്നും എങ്ങനെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും? അതിനായിട്ടുള്ള ചില ടിപ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്പർ 1, നിങ്ങൾ ആദ്യം നിങ്ങളുടെ കമ്പ്യൂട്ടർ അപ്ഡേറ്റ് ചെയ്യുക.
ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷനിലേക്ക് നിങ്ങളുടെ കമ്പ്യൂട്ടർ അപ്ഡേറ്റ് ചെയ്യുക. വിൻഡോസ് 7 8 ഒക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ എനിക്ക് തോന്നുന്നത് വിൻഡോസ് 10 അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. അതിനോടൊപ്പം തന്നെ നിങ്ങൾ ക്രാക്ക് വേർഷനുകളാണ് കമ്പ്യൂട്ടറിന്റെ ഉപയോഗിക്കുന്നതെങ്കിൽ ക്രാക്ക് വേർഷനുകളിൽ നിന്നും ഒറിജിനൽ വേർഷനിലേക്ക് ഒറിജിനൽ OS ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഒരു ആന്റിവൈറസ് ഇൻസ്റ്റാൾ ചെയ്യുക. ഏറ്റവും നല്ല ആന്റിവൈറസ് തന്നെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. അത് പെയ്ഡ് ആന്റിവൈറസ് ആണെങ്കിൽ കൂടുതൽ നല്ലത്. പെയ്ഡ് ആന്റിവൈറസ് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രീ ആന്റിവൈറസ് യൂസ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ കറക്റ്റ് ടൈം പീരീഡിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിലുള്ള ഡേറ്റകൾ ബാക്കപ്പ് ചെയ്യുക. നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ബാക്കപ്പ് ചെയ്ത് എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കിലോ മറ്റ് ഏതെങ്കിലും രീതിയിലോ നിങ്ങൾ ബാക്കപ്പ് ചെയ്ത് വെക്കുക. ഇതിലൂടെ എന്തെങ്കിലും രീതിയിലുള്ള വൈറസ് അറ്റാക്ക് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പ്യൂട്ടർ ഫോർമാറ്റ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡേറ്റകൾ തിരിച്ച് നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് എത്തിക്കാൻ സാധിക്കുമോ ഒന്നിലധികമോ സ്ഥലങ്ങളിൽ നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷനുകൾ കമ്പ്യൂട്ടറിലുള്ള ഡേറ്റകൾ ബാക്കപ്പ് ചെയ്ത് വെക്കുക. പൈറേറ്റഡ് കണ്ടന്റ് അടങ്ങിയ പോപ്പപ്പുകൾ വരുന്ന വെബ്സൈറ്റുകൾ നിങ്ങൾ സന്ദർശിക്കാതെ ഇരിക്കുക. മറ്റൊരു കാര്യം, ഇപ്പോൾ ഈ ഒരു റാൻസംവെയർ അറ്റാക്ക് നടക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങൾ പൈറേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ്സ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പരമാവധി ശ്രമിക്കാതെ ഇരിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ അതേപോലെയുള്ള വെബ്സൈറ്റുകളൊന്നും നിങ്ങൾ സന്ദർശിക്കാതെ ഇരിക്കുക. അത് നിങ്ങളുടെ കമ്പ്യൂട്ടറിനും നിങ്ങളുടെ പേഴ്സണൽ ഫയലുകളും സുരക്ഷിതമാക്കാൻ നിങ്ങളെ സഹായിക്കും. അതിനോടൊപ്പം തന്നെ നിങ്ങൾ വിൻഡോസ് ഞാൻ പറഞ്ഞതുപോലെ അപ്ഡേറ്റ് ചെയ്യുക. മാർച്ചിൽ ഇതിന്റെ അപ്ഡേറ്റ് വന്നിരുന്നു റാൻസംവെയറിന്റെ. ഇതിനുവേണ്ടി കൂടുതൽ മറ്റാർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതേപോലെ റാൻസംവെയർ അറ്റാക്ക് ഒക്കെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫയലുകൾ എൻക്രിപ്റ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണം കൊടുത്താൽ പോലും അത് ഡീക്രിപ്റ്റ് ആയിട്ട് നമുക്ക് ലഭിക്കത്തില്ല എന്നാണ്. 50% നമുക്കത് തിരിച്ചു ലഭിക്കത്തില്ല. അപ്പോൾ നമ്മുടെ സുരക്ഷ നമ്മൾ തന്നെയാണ് നോക്കേണ്ടത്. അപ്പോൾ ഒരു പ്രോബ്ലം നമ്മുടെ കമ്പ്യൂട്ടറിൽ ഉണ്ടായി നമ്മൾ അതിനെ ശരിയാക്കാൻ പോകുന്നതിൽ നല്ലത് ആ പ്രോബ്ലം നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് വരാതെ നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അത് നമ്മളുടെ കടമയാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർമ്മയിൽ വെക്കുക. അപ്പോൾ നിങ്ങൾ കൂടുതൽ ഇതിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഒരു ആന്റിവൈറസ് ഇൻസ്റ്റാൾ ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. അതിനോടൊപ്പം തന്നെ വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കാര്യം നിങ്ങൾ കമന്റുകളിലൂടെ അറിയിക്കുക. വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത